പറയട്ടെ, നമ്മുടെ പുതിയ ഭരണസമിതിയുടെ 3 മാസത്തെ പ്രവർത്തനങ്ങൾ വിലയിരുത്തുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് ഈ യോഗം വിളിച്ചിട്ടുള്ളത്. അല്ലാതെ ബഹളം വെക്കാൻ വേണ്ടിയിട്ട് മാത്രമല്ല. ഓരോരുത്തർക്കും അവരുടെ അഭിപ്രായങ്ങൾ തുറന്നു പറയാം. അതിൽ പറയാനൊന്നുമില്ല. വളരെ മോശമായ വൃത്തികെട്ട അഭിപ്രായമാണ് പുറത്ത് ജനങ്ങളുടെ ഭാഗത്ത് ഞാൻ അറിഞ്ഞത്. ഇയാൾക്ക് ഇങ്ങനെ എന്തെങ്കിലും കേട്ടാൽ മതിയല്ലോ, വലിയ സന്തോഷമാണ്. അതെ, പ്രസിഡന്റ് ആ സംസാരത്തിൽ ഒരു പരിഹാസം ഉണ്ട് കേട്ടോ. അതെ, നിങ്ങളെ പാർട്ടിക്ക് ഒരു സീറ്റ് കിട്ടേണ്ട ഒരു വിഷമം നിങ്ങളുടെ ഉള്ളിലുണ്ട് എന്നാണ് പ്രസിഡന്റ് ഉദ്ദേശിച്ചത്. നമ്മളിപ്പോ രാഷ്ട്രീയം പറയാൻ വേണ്ടി വന്നിരിക്കുകയല്ല ഇവിടെ. നമ്മുടെ ഭരണ നേട്ടങ്ങളും ഇനി എന്തൊക്കെ ചെയ്യണം എന്നതിനെ കുറിച്ച് സംസാരിക്കാനാണ് നമ്മൾ ഇവിടെ ഇരിക്കുന്നത്. അതെ, അത് സംസാരിക്കണം. രാഷ്ട്രീയം പറയിപ്പിക്കല്ലേ. എനിക്കൊരു കാര്യം പറയാനുള്ളത്, നമ്മൾ ഉടനെ തന്നെ കുറെ വികസന പ്രവർത്തനങ്ങൾ ആവിഷ്കരിച്ചിട്ട് അത് നടപ്പിലാക്കണം. ഇനി അത് വൈകരുത്. വികസനങ്ങൾ നടത്തിയാൽ മതി. കൃത്യമായി വികസനങ്ങളാണല്ലോ നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നടക്കണമെന്നറിയ 3 മാസത്തിനകത്ത് എന്ത് വികസനമാണ് നടത്തിയത്? എന്ത് വികസനം നമ്മൾ നടത്താത്തത്? പിന്നെ നിങ്ങൾ നടത്തിയ ഒരു വികസനം പറയും. മെമ്പറെ, ഇതിന് ഭരണസമിതി മാത്രം വിചാരിച്ചാൽ പോരല്ലോ, ജനങ്ങൾ കൂടെ വിചാരിക്കണ്ടേ? പ്രസിഡന്റ്, വെറുതെ ജനങ്ങളെ കുറ്റപ്പെടുത്തരുത്. ജനങ്ങളെ കുറ്റപ്പെടുത്തിയതല്ല, ഇപ്പൊ തന്നെ നമ്മൾ ആദ്യം നടപ്പിലാക്കിയത് എന്താ പറയൂ. അല്ല, നിങ്ങളല്ലേ നടപ്പിലാക്കിയത്, നിങ്ങൾ പറയൂ. പറഞ്ഞു കൊടുക്കി. നിങ്ങള് ഹരിത സംരക്ഷണമാണ് നമ്മൾ ആദ്യം നടപ്പിലാക്കിയത്. അയ്യോ, അതിനെ കുറിച്ചൊന്നും പറയാതിരിക്കുന്നത് നല്ലത്. ഈ ഹരിത സംരക്ഷണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഇരുവശവും 25ഓളം മലറി ചെടികളാണ് നമ്മൾ വെച്ചുപിടിപ്പിച്ചത്. അലറിയല്ല സാർ, അരളി. അതായത് ഈ ചോപ്പ് മഞ്ഞ പൂക്കൾ ഉണ്ടാവുന്ന അരളിച്ചെടി. ഓ, എന്നിട്ട് പൂത്ത് പുഷ്പിച്ചിട്ട് പൂക്കൾ എവിടെ? എങ്ങനെ പൂക്കാനാണ്? നട്ടടുത്ത് നിന്നെങ്കിലല്ലേ. ഇതാ ഞാൻ പറഞ്ഞത്, ജനങ്ങൾ സഹകരിക്കുന്നില്ല എന്ന്. നമ്മൾ വെച്ചുപിടിപ്പിച്ചതിന്റെ അന്ന് 8 എണ്ണം കാണാതായി. 10 എണ്ണം നമ്മൾ വീണ്ടും നട്ട്. എന്നിട്ട് പൂത്തോ? അതും നാട്ടുകാർ കൊണ്ടുപോയില്ലേ? പാർട്ടിക്കാരാണ് കൊണ്ടുപോയതെന്നുള്ള തെളിവുണ്ട് ഇവിടെ. സുഗതം മെമ്പറെ, വെറുതെ പാർട്ടിക്കാരെ പിടിക്കരുത് കേട്ടോ. ഞാൻ ചോദിച്ചിട്ട് എനിക്കൊരു ചെടി തരാൻ ഇവിടെ ആരും ഉണ്ടായില്ല. അപ്പൊ ആളെ കിട്ടി. അത് കട്ടോണ്ട് പോയ ആളെ കിട്ടി. നിങ്ങളുടെ ഭർത്താവ്. ഞങ്ങളുടെ പാർട്ടിക്കാര് കണ്ടു നിങ്ങളുടെ ഭർത്താവ് അതിന്റെ ചുറ്റും കിടന്ന് കറങ്ങുന്നത്. അങ്ങോട്ട് നോക്കി. വെറുതെ ഇങ്ങനെ ആരോപണങ്ങൾ അയച്ചു വിട്ടിട്ട് കാര്യമില്ല. തെളിവ് വേണോ? തെളിവൊക്കെ സമയമാകുമ്പോ ഞാൻ കൊണ്ടുവന്നോളാം. ഇയാള് കുറെ നാളായല്ല സി ഡി കാണിക്കും എന്ന് പറഞ്ഞ സി ഡി എന്നെ അങ്ങോട്ട് കാണിക്കും. നിങ്ങളുടെ ഈ വർഷത്തെ ഭരണം കൂടെ ഉണ്ടല്ലോ, അതിൽ നടക്കുന്ന അഴിമതികളെല്ലാം കൂടെ ചേർത്ത് ഞാൻ CD വലിയൊരു. അതെ പ്രസിഡന്റ്, കുറച്ചുകൂടെ സഭ്യമായിട്ട് ഈ മീറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോയാൽ കൊള്ളാം. എനിക്ക് കൂടുതൽ പറയാനുള്ള വോയിസ് ഇല്ലല്ലോ, ഞാൻ ഒറ്റയായി പോയി. അതെ, നിങ്ങളെ പാർട്ടിയുടെ കയ്യിലിരിപ്പ് മോശമായതുകൊണ്ടാണ് നിങ്ങൾ ഇങ്ങനെ ഒറ്റപ്പെട്ടു പോയത്. അതെ പ്രസിഡന്റ്, ഈ രീതിയിലാണ് നിങ്ങൾ മീറ്റിംഗ് മുന്നോട്ട് കൊണ്ടുപോകുന്നതെങ്കിൽ ഞാൻ ഈ മീറ്റിംഗ് ബഹിഷ്കരിക്കുകയാണ്. ഇല്ല പ്രസിഡന്റ്. പോട്ടെ പ്രസിഡന്റ്, ഈ രീതിയിലുള്ള ആൾക്കാരുടെ ഇടയിൽ എന്തിനാണ് നമ്മൾ മീറ്റിംഗ് കൂടുന്നത്? ഞങ്ങളുടെ പാർട്ടിക്ക് ഒരു വാക്കേ ഉള്ളൂ, ഞാൻ ഈ മീറ്റിംഗ് ബഹിഷ്കരിച്ചിരിക്കുന്നു. ചൂടുള്ള വരി അങ്ങോട്ട് വരീന്ന്. നല്ല ചൂടുള്ള ഉണ്ടമ്പരും ചായയാണ്, കഴിച്ചിട്ട് പോവാൻ വരീന്ന്. കഴിച്ചു പോയിക്കോളി. അന്ന് കണ്ട, ഇത്രയുള്ള നിങ്ങളുടെ പാർട്ടി ഒരു ഉണ്ടമ്പരി കാണിച്ചാൽ വളയും. കളിയൊന്നും വേണ്ട, കഴി. മെമ്പർ അത് കഴിച്ചു കഴിയുമ്പോഴേക്കും കരിമീൻ കറിയും ചോറും വരും. എന്നിട്ട് ബഹിഷ്കരിച്ചോ? ബഹിഷ്കരിച്ചു പോയെങ്കിൽ ഇതൊക്കെ കിട്ടിയോ നിങ്ങൾക്ക്?